അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റമളാന്റെ പകലിൽ കണ്ണിൽ മരുന്നൊഴിക്കേണ്ടി വരുന്ന, കണ്ണിൽ മരുന്ന് നിർത്തേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ കണ്ണിൽ മരുന്ന് നിർത്തിയത് കൊണ്ട് നോമ്പ് മുറിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, കണ്ണിൽ മരുന്നൊഴിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഫത്വകൾ കാണാൻ കഴിയും. അസ്സഹീഹു അന്നൽ ഖത്റത ലാ തുഫ്തിറു. കണ്ണിൽ ഇതുപോലെ എന്തെങ്കിലും വെള്ളത്തുള്ളിയോ അല്ലെങ്കിൽ മരുന്നോ ഒഴിച്ചു എന്ന് കരുതിയിട്ട് നോമ്പ് മുറിയുകയില്ല. വൈൻ വജദ തഅമുഹാ ഫിൽ ഹൽഖിഹി, ഇനി അവരുടെ തൊണ്ടയിൽ അത് ഇറങ്ങിയതിൻ്റെ രുചി വന്നാലും ശരി. ലിഅന്നൽ ഐന ലൈസത്ത് മൻഫദൻ മുഅതാദൻ ലിത്വആമി വശറാബ്. അന്നപാനീയങ്ങൾ ഉള്ളിലേക്ക് പോകാനുള്ള നേർക്ക് നേരെയുള്ള ഒരു ദ്വാരമല്ല കണ്ണിലുള്ള നരമ്പുകൾ എന്ന് പറയുന്നത്. കണ്ണിൽ വെള്ളമൊഴിച്ചത് കൊണ്ട് അന്നപാനീയങ്ങൾ ഉള്ളിലേക്ക് പോവുകയില്ല. വഹാദാ ഹുവ ഖൗലു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വജമാഅത്തു മിനൽ മുഹഖഖീൻ. ഇതാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വിഷയമാണ്, കണ്ണിൽ മരുന്ന് നിർത്തിയത് കൊണ്ടോ വെള്ളം നിർത്തിയത് കൊണ്ടോ നോമ്പ് മുറിയുകയില്ല. ആ കണ്ണിൽ വെള്ളം നിർത്തുമ്പോൾ തൊണ്ടയിൽ, വായിൽ രുചി വന്നാൽ തുപ്പിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണിൽ മരുന്നൊഴിച്ചു എന്ന് കരുതിയിട്ട് നോമ്പ് മുറിയുകയില്ല എന്ന് മനസ്സിലാക്കുക. അതിലൊന്നും വസ്വാസിൻ്റെ ആവശ്യമില്ല. അന്നപാനീയങ്ങൾ നേർക്ക് നേരെ ഉള്ളിലേക്ക് പോകരുത് എന്നുള്ളതേയുള്ളൂ. അത് വായിലൂടെയാണെങ്കിലും മൂക്കിലൂടെയാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഒന്നു കൊടുക്കുന്ന സമയത്ത് അങ്ങേയറ്റം നോമ്പുകാരൻ വെള്ളം മൂക്കിൽ കയറ്റേണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. മൂക്കിലൂടെയും ഉള്ളിലേക്ക് പോകും, വായിലൂടെയും ഉള്ളിലേക്ക് പോകും. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.